ഇതെന്താ ഇത്? നീ എന്തെങ്കിലും കാണിച്ചോ? ഹലോ, വെൽക്കം ടു മൈ ബ്രാൻഡ് ന്യൂ യൂട്യൂബ് ചാനൽ ഫൺ വിത്ത് അശ്വിൻ. അപ്പം ഇന്ന് എന്റെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മലയാളം കുസൃതി ചോദ്യങ്ങൾ അല്ലെങ്കിൽ മലയാളം റിഡിൽസ് ആണ്. മലയാളം റിഡിൽസ് അല്ല, ഇംഗ്ലീഷിൽ റിഡിൽസ്. എക്സാക്ട്ലി, ഇംഗ്ലീഷിൽ റിഡിൽസ്, മലയാളത്തിലെ കുസൃതി ചോദ്യം. അപ്പം എന്റെ കൂടെ ഇപ്പം ഇന്ന് ഈ ചലഞ്ച് ചെയ്യാനുള്ളത് എന്റെ അമ്മയും എന്റെ സിസ്റ്ററുമാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് അമ്മ തുടങ്ങാം. അമ്മ ഫസ്റ്റ് അമ്മ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണ് അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരാണ് ആൻസർ ചെയ്യേണ്ടത്? ആർക്കും അറിയാം, ആൾക്ക് ആൻസർ ചെയ്യാം. അങ്ങനെ പോയിന്റ് കിട്ടും. പിന്നെ ക്ലൂ ഉണ്ടോ? എന്റെ ചോദ്യം ഇടയ്ക്ക് കൊടുക്കാം. ക്ലൂ കൊടുക്കാം, ഇടയ്ക്കല്ല, ചെറിയ ക്ലൂസ്. കിട്ടിയില്ലെങ്കിൽ ആരും കിട്ടിയില്ലെങ്കിൽ ഓക്കെ. ആരും യാത്ര ചെയ്യാത്ത ബസ്. ആരും യാത്ര ചെയ്യാത്ത ബസ്. ഗൂഗിൾ ചെയ്തു. ഒരു ക്ലൂ തരാം. അടുത്തത് ഇനി ഞാന് ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും വേണമെങ്കിലും പറയാട്ടോ. പറയട്ടെ, ചോദിക്കട്ടെ. ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും? നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു സാധനം, മീനോ എന്തെങ്കിലും ഒരു സാധനം കരയിൽ കിട്ടിയെന്നല്ല, എന്താ പറ്റുക? വെള്ളം പോകും. ലൈക്ക് അതിന്റെ മേലെ എന്താ പറ്റുക? നമ്മള് വെള്ളത്തിന് പിടിച്ചിട്ട് കരയിലിട്ട് എന്താ പറ്റിയ അതിന്റെ മേത്ത്? മണ്ണ് പറ്റിയ. കരയില് മണ്ണല്ലേ? അപ്പൊ എനിക്കൊരു പോയിന്റ്, അമ്മയ്ക്ക് ഒരു പോയിന്റ്. നമുക്ക് രണ്ടുപേർക്ക് ഓരോ പോയിന്റ്സ് ആയിരുന്നു. അപ്പന് ഇതുവരെ ഒരു പോയിന്റ്സ് ഇല്ല കേട്ടോ. സ്വന്തമായി കസേരയുള്ള മാൻ. അതെനിക്കറിയാം. ഒരു മണിക്കൂർ ഇരുന്ന് കണ്ടെത്തിയ ചോദ്യങ്ങൾ ഇത്ര ടഫാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് 2 പോയിന്റ്സ്, അമ്മയ്ക്ക് 2 അല്ലേ? അതെ. ഓക്കെ. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ അല്ല, അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ സിനിമയിൽ. വെറും കുസൃതി ചോദ്യം അങ്ങനെ തിങ്ക് ചെയ്യണ്ട. ജസ്റ്റ് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. നമുക്ക് അതിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാം. ടിവിയിലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാം. ടിവിയിലോ അതോ തിയേറ്ററിലോ? ടിവിയിലും ഇല്ലാത്ത ആക്ഷൻ. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഫണ്ണി ക്വസ്റ്റ്യൻ ആണത്. എന്തെങ്കിലും വേറെ അഡ്വർടൈസ്മെന്റുകളിൽ കാണാം. റിലേറ്റഡ് വിത്ത് കഫ് ഇതൊക്കെ അതിനൊക്കെ അതേ ഞാൻ പറഞ്ഞു തരില്ല, കൂടുതൽ പറഞ്ഞു റിലേറ്റഡ് ടു കഫ്, അതായത് പനി അങ്ങനത്തെ കഫ് കോൾഡ്. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. അഡ്വർടൈസ്മെന്റ് കാണാം അതിന്റെ. അപ്പൊ എനിക്കൊരു പോയിന്റ്, അമ്മയ്ക്കൊരു പോയിന്റ്. അല്ല, എനിക്കൊരു പോയിന്റ്, അമ്മയ്ക്കൊരു പോയിന്റ്, അർജുന്. ചാനലിന്റെ ഓർഡർ ഓക്കെ. ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. അയ്യോ, ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. ഒരു ക്ലൂ തരാം, ലേഡീസ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കുസൃതി ചോദ്യാണ്. ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആവും. വള. ഇടുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പം അമ്മക്ക് 3 പോയിന്റ്സ്, എനിക്ക് 2 പോയിന്റ്. അല്ല, ഇനി അമ്മ. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും. അല്ല, സുഖത്തിലും കമ്മില്ല. അതെ. അപ്പൊ അമ്മയ്ക്ക് 3 പോയിന്റ്. 4 പോയിന്റ് എഴുതി വെക്കാൻ എഴുതി വെക്കേന്നാ ഞാൻ പറഞ്ഞത്.
അമ്മക്ക് 4 തോന്നുന്നു. എന്തായാലും എന്നെക്കാട്ടിലും അമ്മ ലീഡ് ചെയ്യേണ്ട ഒരു പോയിന്റില്. ഓക്കെ, ഇനി അടുത്തത്. അല്ല അമ്മക്ക് 3 പോയിന്റ്. അല്ലല്ല, എന്നെക്കാട്ടിലും ഇപ്പൊ ഇതിലമ്മ കൂടിയല്ലോ. ഓക്കെ, അടുത്തത് അമ്മ വള പറഞ്ഞു അമ്മ. അപ്പൊ അമ്മക്ക് 4 പോയിന്റ്സ്. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. ഗർഭപാത്രം. എനിക്ക് 2 പോയിന്റ്. എനിക്ക് 3 പോയിന്റ്സ്, അമ്മക്ക് 4, പാപ്പിന് 2. ഓക്കെ. കുറ്റവാളികൾ ഭയപ്പെടുന്ന മരം ഏതാണ്? കുറ്റവാളികൾ ഭയപ്പെടുന്ന മരം. കുറ്റവാളികൾ അല്ല, അതിന് തൂക്കുമരം അല്ല, വേറെ ഒന്നാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ മീനിങ് തൂക്കുമരമാണോ എന്ന് എനിക്കറിയില്ല. കുറ്റവാളികൾ ഭയപ്പെടുന്ന മരം. നിങ്ങൾക്ക് ചിന്തിക്കാട്ടോ, എളുപ്പമാണ്. പക്ഷെ കുറച്ച് ചിന്തിച്ച് നമുക്ക് ഓക്കെ ഇത് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ അവൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാവും. പക്ഷെ ആ വേർഡ് കുറ്റവാളികൾ ഭയപ്പെടുന്ന മരം. ക്ലൂ ഇതിന് എന്താ പറയാ എനിക്കറിയില്ല. അല്ല, അറിയോ? തെറ്റു കഴിവ് മരം. എനിക്കൊരു പോയിന്റ്. 3 പോയിന്റ്സ്. ഞാനും 3. ഞാനും 3. നീ വേണമെങ്കിൽ വീഡിയോ ഞാൻ 3, ഇവൻ 3, അമ്മ 4. ഓക്കെ, ഇതിലെങ്കിലും പറയാൻ പറ്റിയാൽ മതിയായിരുന്നു. മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും രഹസ്യമായി എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യണില്ല. എന്താ ചെയ്യണത്? ഒന്നും ചെയ്യില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും രഹസ്യമായി എന്താണ് ചെയ്യാറ്? രഹസ്യമായി എന്താണ് ചെയ്യാറ്? എന്തെങ്കിലും ഒരു ക്ലൂ പരസ്യമാക്കാത്തത്. ഇത് നമ്മുടെ ഇതിപ്പോ ലൈക്ക് ഇതെന്താ, ഇതിപ്പോ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് പ്രോസസ്സാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ചിച്ചക്ക് അല്ല, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് പ്രോസസ്സാണ്. ഗവൺമെന്റ് റിലേറ്റഡ്. അല്ല, ഗവൺമെന്റ് റിലേറ്റഡ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ രാജ്യത്ത്. ഭയങ്കരമായിട്ട് അല്ല. ഫോൺ നമ്പർ അല്ല. OTP അല്ല. അതന്നെ, ഗവൺമെന്റ് റിലേറ്റഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ഇന്ത്യ രാജ്യം നടത്തിക്കൊണ്ടുപോകാൻ തന്നെ ഇത് വേണം. ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. അറിയില്ലെങ്കിൽ അതിന്റെ 2 ക്ലൂ തന്നു. മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും രഹസ്യമായി ചെയ്യുന്നത്. അറിയില്ല. പരസ്യമാക്കാൻ പറ്റാത്തത്. പരസ്യമാക്കില്ല ആരും ഇൻ ജനറൽ. അതല്ല ആൻസർ അല്ലേ? അല്ല. മുതിർന്ന അമ്മക്ക് വിറ്റ് ചെയ്തോ? അമ്മക്ക് വിറ്റ് ചെയ്തോ? നീ നടക്കുന്നുണ്ടോ? രഹസ്യമായി ചെയ്യുന്നത് അല്ലേ? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7, 8, ടിക് ടിക് 9, ടിക് ടിക് 10. കഴിഞ്ഞു. വോട്ട്. അതൊരു ഇതാണല്ലോ. അമ്മ അടുത്തത്. ഞാനല്ലേ? ഞാന്. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം. ഏറ്റവും ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങനെ ബ്രെയിൻ യൂസ് ചെയ്യേണ്ട. സങ്കടപ്പെടുന്നതോ? രാജ്യങ്ങളുടെ പേര്. വേദനിക്കുന്ന രാജ്യം. രാജ്യങ്ങളുടെ പേര്. കൺട്രീസിന്റെ അതിലെവിടെ വേദനിക്കുന്ന രാജ്യം വരുന്നത്? ഡെൻമാർക്ക് അല്ല. തിങ്കിയേ കൺട്രീസിന്റെ നെയിമുകള് കണക്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് വിത്ത് കൺട്രീസ് നെയിം. ഓരോ കൺട്രികളുടെ നെയിം ആലോചിച്ച് നോക്കൂ. ഇത് രാജ്യത്തിന്റെ പേരാണ് ആൻസർ. ഒരു രാജ്യത്തിന്റെ പേര്. അതെ, നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള രാജ്യമല്ലേ? അതെ. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യത്തിന്റെ. മാൽഡീവ്സ് ആണല്ല. മാൽഡീവ്സിൽ എവിടെ വരുന്ന വേദന എന്നുള്ള ഒരു മീനിങ് ആണ്. പോളണ്ട് അല്ല, പറയട്ടെ. സ്പെയിൻ. ഓ, ഞാൻ പെയിൻ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കട്ടെ. ശരിയാണ്, സ്പെയിൻ. അവള് പറയും കൂടി ചെയ്തു പെയിൻ. അപ്പൊ അമ്മക്ക് ഇപ്പൊ 4 പോയിന്റ്സ് ആയി. എനിക്ക് 3, പാപ്പന് 3. നമ്മൾ രണ്ടുപേരും ടൈ ആണ്. ഓക്കെ, ഇനി എന്റെ അല്ലേ? ഓക്കെ. പോലീസുകാർ അവക്ക് സ്ഥിരമുള്ള ആട്ടോ. ഞാൻ അപ്പഴേ ക്വസ്റ്റ്യൻസ് കണ്ടെത്തുമ്പോ അപ്പൊ നൈസായിട്ട് ബാക്കിൽ വന്ന് നോക്കിയതാണ്. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി. പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ? മിക്കവാറും പറയാനുള്ള ചാൻസ് ഇല്ല. പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ? കാലില്ലാത്തപ്പോഴോ? കാലില്ലാത്തപ്പോഴോ?
കാലിന് രണ്ടും കാലും ഇല്ലെങ്കിൽ നിൽക്കും ഒരു അതെങ്ങനെ പോലീസുകാർ ഒറ്റക്കാലിൽ. ഇത് പോലീസുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള. പൈസ കിട്ടുമ്പോ, സാലറി കിട്ടുമ്പോ. അല്ല അല്ല, അതെങ്ങനെ ഒറ്റക്കാലിൽ നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോ? എന്താ ഫൈൻ ഇടുമ്പോ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ക്ലൂ എന്താ? ക്ലൂ തന്നു കഴിഞ്ഞാൽ ആൻസർ പറയാം. പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ? ഡെയിലി നമ്മളെല്ലാവരും നിൽക്കാറുണ്ട് അങ്ങനെ ഒറ്റക്കാലില്. കാൽ കടിയുമ്പോ അല്ല, അറിയോ? ഡെയിലി നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ പുറത്തു പോയി വന്നിട്ടാണെങ്കിലോ പുറത്തു പോകുന്നതിന് മുന്നെയോ അങ്ങനെ ഒരിക്കലെങ്കിലും ഒറ്റക്കാലിൽ അങ്ങനെ നിൽക്കാറുണ്ട്. ഡെയിലി നമ്മൾ നിൽക്കാറുണ്ട്. ഡെയിലി നമ്മൾ നിൽക്കാറുണ്ട്. ബൈക്ക് ഓടിക്കുമ്പോ അല്ല, കാർ ഓടിക്കുമ്പോ. വണ്ടിയിൽ കേറുമ്പോ അല്ല. അറിയോ? അറിയില്ല. പറയട്ടെ. പാന്റ് ഇടുമ്പോൾ. എല്ലാ സമയം നമുക്ക് ഇരിക്കാൻ പറ്റണമെന്നില്ലല്ലോ. പെട്ടെന്ന് വല്ലവിടെയും പോയി റൂമിന്റെ അവിടെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാ? പക്ഷെ വണ്ടിയിൽ കേറുമ്പോഴും ഇതിലുള്ള ആൻസർ ഇതന്നെ പറയണം. ഞാൻ കണ്ടെത്തിയ ആൻസറിന് പറയണം. ഓക്കെ, അമ്മ കഴിഞ്ഞു. ചേച്ചി ഞാനല്ലേ? അതോ അമ്മയാണോ? അല്ല ഞാൻ. ഓക്കെ, കാലുകളില്ലാത്ത ടേബിൾ. കാലുകളില്ലാത്ത ടൈം ടേബിൾ. അമ്മ അഞ്ചെണ്ണം അല്ല, അമ്മക്ക് നാലെണ്ണം. 5 പോയിന്റ്സ് ആയി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മയാണോ? ഞാനല്ലേ? ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പം. ഫുഡ് കഴിക്കണതാ? അതെ, കഴിക്കുന്നതാണ്. കുഴലപ്പം. അതെ, കറക്റ്റ്. കുഴലപ്പം കുഴപ്പമാകും. ലാ പോയ ബുദ്ധി. ഓക്കെ, അപ്പം എനിക്ക് തോന്നി ഇപ്പോഴും അമ്മ ഒരു പോയിന്റ് അഹെഡാണ്. അതെ, 5 പോയിന്റ്സ് ആയിരുന്നതോ? 5. ഞാനല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമാണ്, പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ് എന്റെ ഇത്. എപ്പോഴും മഴയുള്ള രാജ്യം ഏതാണ്? ഇപ്പൊ ഞാൻ തന്ന ക്ലൂവിൽ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്മള് പോയിട്ടുള്ള രാജ്യത്തിന്റെ അടുത്തുള്ള രാജ്യമാണ്. അതാണ് ഏറ്റവും വലിയ ക്ലൂ. മഴയുള്ള രാജ്യം, നമ്മള് പോയിട്ടുള്ള രാജ്യത്തിന്റെ അടുത്തുള്ള രാജ്യം. ബഹ്റൈൻ ആണ്. ബഹ്റൈൻ. ബഹ്റൈൻ നമ്മള് പോയിട്ടുണ്ട്. നീ വന്നിട്ടില്ല? നീ വന്നിട്ടുണ്ടോ? അല്ല, നീ ഉണ്ടായിരുന്നു. നമ്മള് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഞാനല്ല. കലണ്ടറിൽ കാണപ്പെടുന്ന പഴം. കലണ്ടറിൽ കാണപ്പെടുന്ന എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ഓരോ ഇതിന്റെ മറ്റേ മലയാളം എന്തായാലും പറയാ. അത് ഞാൻ പറഞ്ഞു. അതല്ലേ സംഭവം? അതല്ലേ മലയാള എന്താ പറയുന്നത്? ചിങ്ങം അങ്ങനത്തെ ഒരു സാധനമാണോ? അത് ഞാൻ പറഞ്ഞ ക്യാൻസർ കിട്ടി. കലണ്ടറിൽ കാണപ്പെടുന്ന പഴം. അതേ ഉള്ളൂ. എനിക്കിത് ഞാനിത് പറഞ്ഞ ക്യാൻസർ കിട്ടി. ഇംഗ്ലീഷോ മലയാളോ? അത് മാത്രം പറ. ഇംഗ്ലീഷ്. അതെയോ? മലയാളീസ് നമുക്ക് മലയാളികൾ ഇംഗ്ലീഷ് വാക്കാ, ബട്ട് മലയാളികൾ കോമൺ ആയിട്ട് ആ വാക്ക് ഉപയോഗിക്കാറ്. ഞാൻ അമ്മ ക്ലൂ തന്നത് കഴിഞ്ഞു. ചിങ്ങം പുണർദം എന്നെ നോക്കണ, ഞാൻ തരില്ല. അവിടെ അവിടെ കണ്ടുകൊണ്ടൊക്കെ ആശകാലൊക്കെ ഞാൻ തരില്ല. അറിയോ? അപ്പൊ പറയട്ടെ, ഞാൻ പറയാം. ആൻസർ പറയാം. നമുക്ക് കിട്ടില്ല. ഡേറ്റ്സ്. ഞാൻ അമ്മയും ജയിച്ചു. ചാനലിലെ കൂട്ടിക്കെട്ടോ. ഇത് എളുപ്പമാണ്. വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോട്. വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോട്. കയറാണോ? വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോടും. സൈക്കിൾ. ഞാൻ ജയിച്ചു. ചാനലിൽ കൂട്ടിക്കെട്ടണം പറഞ്ഞ ആള് തോറ്റു. ഓക്കെ, ഞങ്ങൾ മുന്നേറി വരും.
ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാം. ഈ ചാലഞ്ച് ഇഷ്ടപ്പെട്ടോന്ന്. ഇനിയും എങ്ങനത്തെ ചാലഞ്ചസ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് എന്റർടൈനിങ് ഫൺ കോണ്ടന്റ് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അതെ, നിങ്ങൾക്ക് വല്ല ചലഞ്ച് മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. പറ്റുന്നതാണ് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി ഇതുപോലത്തെ ഉള്ള ഫൺ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പം നമുക്ക് ഇനി ഇങ്ങനത്തെ വേറെ ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ടാറ്റാ.